ഹായ്, എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ഒരു ഫോർത്ത് ഇയർ CS സ്റ്റുഡൻ്റാണ്. വെൽ, ചാനലിൻ്റെ അകത്ത് കുറേ കാലം എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് മാത്രമല്ല ഞാൻ ഇതൊരു എൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചാനൽ പോലെ തുടങ്ങിയതായിരുന്നു. പക്ഷേ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഡ്യൂ ടു മടി, ഭയങ്കര മടി. ഇപ്പം ഞാൻ വിചാരിച്ച് വെറുതെ ഇവിടെ കിടക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ഇടാം എന്നുള്ളൊരു സംഭവത്തിൽ തുടങ്ങി. ഇതുവരെ പറഞ്ഞ കോണ്ടന്റും യഥാർത്ഥ ഞാനും തമ്മിലൊരു ബന്ധമില്ല. ഐ മീൻ മേ ബി എൻ്റെ പല ആസ്പെക്റ്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കൂടുതലും ലൈക്ക് എൻ്റെ കറണ്ട് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, മൈ ലൈഫ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്നുള്ള സാധനങ്ങളൊക്കെ പറയാനായിട്ടായിരുന്നു. അപ്പോൾ സോ present life is going great. Lot of interesting factors. ഞാൻ ടെക്നിക്കലി പേഴ്സണലി കുറേ വളരുന്നു. എല്ലാ വർഷവും വളരുന്ന പോലെ തന്നെ ഈ വർഷവും വളരുന്നു. പിന്നെ ഫോർത്ത് ഇയർ ആയി, അപ്പോൾ അതിൻ്റേതായ കുത്തലുകളുണ്ട്. വീട്ടിൽ നിന്നൊന്നുമില്ല കേട്ടോ, എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും പറയാറില്ല, പുറമേയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, സോ we don't want to bother about that, but still, so about life updates ഇത്രയൊക്കെ ഉള്ളൂ. അതായത് എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടി കാരണം എനിക്ക് ഫോർത്ത് ഇയർ 7th സെമ്മാണ്. ഇപ്പോൾ 8th സെമ്മിലാണ് നമുക്ക് ഫുള്ളി കട്ട് ചെയ്തിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ 7th സെമ്മിലാണെങ്കിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും ഇഫ് നമുക്ക് നേരത്തെ ഇൻറ്റേൺഷിപ്പ് കിട്ടി. അതായത് ഇപ്പം നമുക്കൊരു സെം ബ്രേക്കിൻ്റെ സമയത്ത് അതിന് മുമ്പേ നമുക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടി, അതിൽ 1 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. HODസിനെയും പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മളിപ്പം എനിക്കൊന്ന് ടോട്ടൽ ഇപ്പോൾ 6 months ആണ് ഒരു സെം. അതിൻ്റെ അകത്ത് IHRD, ഞാൻ IHRD ആണ്. ആൻഡ് ലൈക്ക് പ്രിൻസിപ്പൽസിന് ആണ് ഡിസിഷൻ എടുക്കാൻ പറ്റും. ലൈക്ക് അബൌട്ട് 2 months ഓർ സംതിങ്, 2 months ഓർ 2.5 months എന്തോ നമുക്കിപ്പം വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ പോകുന്നുണ്ടെങ്കിൽ ലൈക്ക് അത് എഴുതി കൊടുക്കാൻ പറ്റും. സോ അങ്ങനൊരു സംഭവമുണ്ട്. പിന്നെ ആ ഒരു പരിപാടിയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ 15-ാം തീയതിക്കുള്ളിൽ 2 months കംപ്ലീറ്റ് ആവും. ആൻഡ് 1 more month ഉണ്ട്, അത് ഞാൻ ഓൺലൈൻ റിമോട്ടായിട്ട് എല്ലാം ചെയ്യും. ഇതാണ് ഒരു അപ്ഡേറ്റ്. പിന്നെ 2-3 സൈഡ് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പ്രൊജക്റ്റ് ഒരു കൊളാബറേഷൻ ടൂൾ പോലെ VS കോഡിൽ. രണ്ടാമത്തെന്ന് പറയുമ്പോൾ അതൊരു ഹാക്കത്തോൺ വഴി കിട്ടിയ കൺസെപ്റ്റാണ്. പക്ഷേ എനിക്ക് അതിനോടെന്തോ അത് ഡെവലപ്പ് ചെയ്തെടുത്ത് കംപ്ലീറ്റ് ആക്കണമെന്നൊരു തോന്നൽ. അതൊരു സൈഡ് പ്രൊജക്റ്റ് ആക്കാം. പക്ഷേ ഹാക്കത്തോൺ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഭയങ്കര മടി. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കണം. അത് രണ്ടാമത്തെ പ്രൊജക്റ്റ്. ഇതൊക്കെ അപ്ഡേറ്റ് ആട്ടോ. പിന്നെ ലൈക്ക് ഈ ഇൻറ്റേൺഷിപ്പ് കിട്ടിയ കാരണം ഞാൻ കുറേ സാധനങ്ങൾ പഠിച്ചു. അതായത് ഇപ്പം ഇൻറ്റേൺഷിപ്പ് ഒരിക്കലും ഞാൻ പ്ലാൻ ചെയ്ത് കിട്ടിയല്ല, എൻ്റെ ഫ്രണ്ടിന് വേണ്ടി നോക്കി തുടങ്ങി. പിന്നെ അറിയാതെ ഞാനും വന്ന് പെട്ടു ഇൻ ദ സെൻസ് ഇറ്റ്സ് വർക്ക് ഫോർ മീ. അപ്പം ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ ലൈഫിൽ നടക്കുന്നത്, അല്ലാതെ പ്ലാൻ ചെയ്ത് പോകുന്നതായിട്ട് വലുതായിട്ട് അങ്ങനെ നടക്കാറില്ല ഒന്നും. അപ്പോൾ അതാണ് സാധനം. അപ്പോൾ എവിടെയാണ് എത്തിയത്? മുടിയൊക്കെ വെട്ടി ഇപ്പം ഇങ്ങനെ ലൈക്ക് അലമ്പാക്കി, അപ്പം തൊപ്പിച്ചു. അപ്പോൾ അതാണ് അപ്ഡേറ്റ്. പിന്നെ എനിക്ക് PGയിൽ നിൽക്കാൻ പറ്റും. ഞാൻ PG ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഡേ സ്കോളറാണ്, പോയി വരികയാണ്. അപ്പം ഫ്രണ്ട്സുമായിട്ടുള്ള സംഭവങ്ങളൊന്നും എടുത്തില്ല. പക്ഷേ PG വാസ് ഗ്രേറ്റ്. 1 മാസം PG ആയിട്ട് എടുത്ത് നിന്നു. അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ലൈക്ക് ആ ഒരു സമയത്ത് ഞാനങ്ങനെ ചെയ്തു. അപ്പം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സും ഓക്കെ ഏറ്റുപിടിച്ച് സെറ്റ് ചെയ്തു. എല്ലാവരെയും മൈൻഡ് സെറ്റ് അത്യാവശ്യം അടിപൊളിയായിരുന്നു. കാരണം ലൈക്ക് ഒരു ഡൂവർ മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിരുന്നു എല്ലാം. ലൈക്ക് ഓക്കെ എന്ത് വരട്ടെ ചെയ്യാം എന്നുള്ളൊരു. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പല രീതിയിൽ പല ആൾക്കാരുടെ അടുത്ത് ഹെൽപ്പ് സീക്ക് ചെയ്ത് ഞങ്ങളെല്ലാം ഫണ്ട് അറേഞ്ച് ചെയ്ത് ഞാൻ പിന്നെ വർക്ക് എടുത്തു. എന്നിട്ടും പറ്റിയില്ല. എനിക്കൊരു 4K കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ്
കുറേ ചിലവുണ്ടായി. പിന്നെ ട്രിവാൻഡ്രം നമ്മളെന്തായാലും നിൽക്കുന്നു, അവിടെ ഇവിടെയൊക്കെ ഫ്രണ്ട്സായിട്ട് പോകും. ഒരു ദിവസം 2-3 ചായ കുടിക്കും, 2-4 ചായ കുടിക്കും. ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കുമായിരിക്കാം. അത് കണക്ക് ഒരു മാസം പോകണം. പിന്നെ ചിലപ്പോൾ സിനിമയ്ക്ക് പോവാം, ചിലപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ ഇങ്ങനെ പരിപാടി കാണും. അപ്പം ഓവറോൾ നമ്മളതിൽ നിന്നൊരു നല്ലൊരു എമൗണ്ട് പൊട്ടും, പൊട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടിലെ സപ്പോർട്ടും, വീട്ടിൽ നിന്ന് അധികം ഞാൻ ചോദിക്കുകയാണല്ല, എനിക്ക് വീട്ടിൽ ബുദ്ധിമുട്ടിക്കുന്ന അത്ര ഇതായിട്ട് ശരിയല്ല. പക്ഷേ ഇടയ്ക്കൊക്കെ തരും. പിന്നെ ഞാൻ ചോദിക്കാറുണ്ട്, എൻ്റെ അമ്മയുടെ ഫാമിലിയും എന്നെ ആവശ്യത്തിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അവർ എന്നെ പിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായി. താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഞാൻ ഇതൊക്കെ തിരിച്ചു കൊടുക്കും. Yes. അതൊരു സൈഡ്. പിന്നെ വേറെ പി ജി അപ്ഡേറ്റ് കാണാൻ ഞങ്ങൾ ഫ്രണ്ട്സ് വൈബ് സാധനങ്ങളൊക്കെ ആണെങ്കിലും ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി നടക്കാൻ പോവുക. കിടിലായിരുന്നു. വൈബായിരുന്നു വെച്ചാൽ വൈബായിരുന്നു. ഇതൊന്നും ഞാനങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഉള്ള സംഭവമല്ല. രാത്രി നട്ടപ്പാതിരാക്കി ചായ കുടിക്കാൻ പോവുക, കുറേ നേരം അവിടെ നിൽക്കുക. ചില സമയം ഒന്നും ചെയ്യാറില്ല, ചില സമയം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുക്ക്, ഐ മീൻ റോഡിനടുക്കൊക്കെ, ഇൻ ദ സെൻസ് റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അവിടെ അങ്ങനെ സ്റ്റക്കാവും. പിന്നെ അവിടെ നിന്ന് റീൽ തോണ്ടും, പിന്നെ തിരിച്ചു വരും. 2 മണിയൊക്കെ ആകുമ്പോഴാണ് യൂഷ്വലി കയറാറ് പി ജിയിൽ. അത് കഴിഞ്ഞ് തന്നെ പോത്തൂര് കിടന്നുറങ്ങും. രാവിലെ എണീറ്റ് 9:45 ഇറങ്ങേണ്ടത് 9:30 അല്ലെങ്കിൽ 9 മണി കഴിയുമ്പോഴത്തേക്കും വല്ലച്ചാതി എഴുന്നേറ്റ് പോകും. എനിക്ക് ഒരുപാട് വൈബായിട്ട് പോയൊരു സാധനമാണ്. അപ്പം അതുവഴി എനിക്ക് കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതായത് ആ ഒരു സംഭവമെല്ലാം ഭയങ്കര ന്യൂ ആണ് എനിക്ക്. പിന്നെ ചെയ്യാൻ പറ്റിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സായിട്ട് ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ലൈക്ക് ഐ റിയലി എൻജോയ്ഡ് ഓൾ ദീസ് ഡേയ്സ്. പി ജി ആണെങ്കിലും പി ജിയിലല്ലാതെ ഞാനിപ്പോൾ ഇത്രയും നാൾ അല്ലാതെ പോയി, എല്ലാം വാസ് ഗുഡ്, ഗ്രേറ്റ്. ഇതൊക്കെയാണ് അപ്ഡേറ്റ്. പിന്നെ ഇതൊക്കെയാണ് അപ്ഡേറ്റ്. വേറെ നമുക്ക് ഞാൻ മെയിനായിട്ട് ഇന്റേൺഷിപ്പ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് I was completely unsure about my path, in the sense I literally had no idea about what to do next. അപ്പോൾ friend was asking me like, she really want to get an internship for her future studies. So കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈൻ, തോട്ട് ലൈക്ക് കുറേ ആൾക്കാർക്ക് ലൈക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അത്യാവശ്യം ഡെവലപ്പേഴ്സ് ആയിട്ടുള്ളതും പിന്നെ ഫൗണ്ടേഴ്സും ഒക്കെ കണക്ഷൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ usually I do this something like part of my life, and then she asked like, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. I told like, send her resume, I will help out from my part. ഇത് കുറേ കാലം കൊണ്ട് ചെയ്യേണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഹെൽപ്പ് ഔട്ട്. ബട്ട് ബിറ്റ്വീൻ ദിസ് തിങ് ഞങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അയക്കുന്നതിനിടയ്ക്ക് തന്നെ സംതിങ് അപ്രോച്ച് മൈ സീനിയർ ബ്രോ I got a call from him and he said like, ഇങ്ങനൊരു പരിപാടി ഉണ്ട്, ലൈക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു ഇന്റേൺഷിപ്പ് ഉണ്ട്, ലൈക്ക് നീ എന്തായാലും ഇപ്പോൾ വേറെ ചെയ്യണില്ലല്ലോ, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. കാരണം ഹി നോസ് ലൈക്ക് ഐ വാസ് ഗോയിങ് ത്രൂ സ്റ്റഫ്സ് ലൈക്ക് ഐ കാൺ ഫിഗർ ഔട്ട്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. സോ ഐഡിയലി ഐ തോട്ട് ലൈക്ക് ഓഫ് കോഴ്സ് ഐ വിൽ ഗോ. ആൻഡ് he asked me to get in and I referred her resume also. പിന്നെ ഞങ്ങൾ അല്ലാതെ 2 ഫ്രണ്ട്സും ഉണ്ടായി. അതെൻ്റെ ക്യാമ്പസിൽ തന്നെ, ഇതെൻ്റെ ക്യാമ്പസിലല്ല. അങ്ങനെ കമ്മ്യൂണിറ്റി വഴിയുള്ള കണക്ഷൻ. ഞങ്ങൾ 4 പേരുമായിട്ടാണ് പിന്നെ പോയത്. കിട്ടി, വർക്ക് ചെയ്യുന്നു, ഇത്ര നാൾ അങ്ങനെ പോയി. വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ വാസ്, it was completely unplanned. I really don't want to get into an internship, to be honest. ആ ഒരു അവസ്ഥ തന്നെയാണ്. I was really into some hardcore stuff and building stuffലോട്ട് കൂടുതൽ ഡെഡിക്കേറ്റഡ് ആവണമെന്നായിരുന്നു. I built the system. I really built the entire setup or environment where I really want to work on this stuff. പക്ഷേ you see, I didn't even thought of getting into an internship, but I have to, or I
സോ അങ്ങനെ പോയി കയറി. But to be honest, that was something really good decision for me. And the entire internship is going to get completed by few days. I mean, physical internship where we should go there. അപ്പോൾ it's a memory, great memory for me with lot of fun, happiness, great moments as well as painful moments, as well as കുറേ small heartbreaking moments as well as എന്നാ കുറേ ഉണ്ടായി. But yeah, every time each things was complete. എന്താ പറയുക, എല്ലാവരും ലെസൺസ് പോലെ ആയിരുന്നു. എല്ലാ ലെസണിൽ നിന്നൊക്കെ ആവശ്യത്തിന് പഠിക്കാൻ പറ്റി, വലിയ ഉപകാരമുണ്ട്. I know nobody's gonna watch this until its end, so I'm confident that only I'm the only person who gonna watch it through my YouTube channel. So I'm that much confident, you know. Yeah, so but ഇതിൻ്റെ എല്ലാം കൂടെ even though now also I'm kind of in a kind of sad mode. So but I can be always sad. Why should I? Yeah, it's like എന്നാ പറയുക, എത്രത്തോളം ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് വയ്ക്കാൻ നോക്കിയാലും there will be situations or some words or some things triggers us, and it will be broken again. I mean, let it be an object. Here is my heart. Yeah, we have to go through it. And yeah, this is something like it should not, like, മെയിൻ തിങ് ദാറ്റ് ഈ വീഡിയോ കൊണ്ട് എനിക്ക് എന്നോട് തന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, don't get too much dependent. Don't do the stuff that I really do. I mean, yeah, I really do, or you really do, and keep going. Like, don't expect anything from anyone. Don't all your efforts, all your dedication or whatever stuff you give, like, it doesn't mean that like ഇതെല്ലാം വെറുതെയാണ്, അങ്ങനല്ല. But everything helps us as a person, and one failure or one no cannot break everything apart, right? So അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അത് എന്നെ ഞാൻ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. Well, yeah. And all this journey, like, ഞാൻ ഒറ്റയ്ക്കല്ല സർവൈവ് ചെയ്തത്. In the sense, like, the moments where I have to share these things with my friends. Yeah, but out of it, like, there was one friend which he was always there for me. I'm really grateful for having him. കുറേ കാലം പുള്ളിയുടെ കാര്യമാണെങ്കിലും എൻ്റെ കാര്യമാണെങ്കിലും he always share. ഒരുപാട് സമാധാനം കിട്ടാറുണ്ട്. ആൻഡ് അത് പിന്നെ വേറെ ലൈഫ് അപ്ഡേറ്റ്, ഇത് കണക്കൊരു ഫ്രണ്ട് എല്ലാവർക്കും വേണം കേട്ടോ. Even though it's not a friend, doesn't mean that it should be a best friend. Call someone, just spit it out. പോണേ പോട്ടെ, അവൻ പറഞ്ഞു നടക്കട്ടെ, അല്ലെങ്കിൽ അവൾ പറഞ്ഞു നടക്കട്ടെ. That's okay. Maybe we should feel like okay, fine. പക്ഷേ അറ്റ്ലീസ്റ്റ് ഷെയർ ചെയ്യുന്ന ആൾ കുറച്ചുകൂടെ ട്രസ്റ്റബിൾ ആണെങ്കിൽ ഇറ്റ് വിൽ ബി സെക്യൂർ സംവെയർ ലൈക്ക് എ ലോക്കർ ഓർ സംതിങ്. അധികം ആൾക്കാരിലേക്ക് പോവില്ല. There will be some people who always wants to take advantage of us, so don't give an opportunity. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, this is my lifestyle, in the sense, code and code, commit. It's only commit where I explored. Keep committing, keep pushing. Yeah, ഇപ്പം ടാർഗറ്റ് മീൻസ് ലൈക്ക് പച്ച കൂട്ടണം എന്നുള്ളൊരു സാധനത്തിലൂടെ പോകുന്നു.
വേറെ കപ്പച്ച ഇൻ ദ സെൻസ് ലൈക്ക് കമ്മിറ്റ് ഹിസ്റ്ററിയിൽ ഗിറ്റബിൾ അത്രേ ഉള്ളൂ. പിന്നെ വേറെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഐ റിയലി വോണ്ട് ടു റീഡ് സോ മച്ച് ബുക്സ് ബട്ട് ടു ബി ഓണസ്റ്റ് frankly social media is not allowing me in the sense that's an excuse that has created my brain to myself and പക്ഷേ I will be going out of this digital life soon. എപ്പോഴും ഇങ്ങനെ but I will try to keep posting. I try to keep, okay, I didn't promise anyone, but I try to keep posting. I mean, just to convince myself, try to keep posting what I am and the journey സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതുവരെ കറണ്ട് ജേർണി ഇത്രയേ ഉള്ളൂ. ലൈക്ക് ഇത്രയും നാളെ എൻ്റെ ലൈഫ് അപ്ഡേറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഗ്രേറ്റ് ഇൻ ദ സെൻസ് ഓരോ വർഷം തോറും ലൈക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് ടെക്നിക്കലി, കരിയർ വൈസ്, ആൻഡ് ഓൾസോ ഇമോഷണലി. lot of I'm so grateful that I lost my interest and all those things in my end of second year or something. Thanks to those life questions. അതില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനൊന്നും ആയിത്തീരില്ല. ചിലപ്പോൾ ഞാൻ മൊത്തത്തിൽ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ കമ്പനി കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ I would have drained myself up and I would end up in a way that like തിരിഞ്ഞ് ചിന്തിക്കാനുള്ളൊരു ഇത് വരില്ലായിരുന്നു. ബട്ട് എനിവേ ഇപ്പോൾ കുറേ പോസിറ്റീവ് സൈഡുണ്ട്, കുറേ നെഗറ്റീവ് സൈഡുണ്ട്. ഐ മീൻ നെഗറ്റീവ് സൈഡാണ് കൂടുതൽ എനിക്ക് ആ ഒരു അവസ്ഥ വന്നു കാരണം. പക്ഷേ ഗോഡ് അതർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വിചാരിച്ച് സമാധാനിക്കുന്നു. ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ്, ദാറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ഹണ്ടിങ് മീ റൈറ്റ് നൗ. Now why? Because people started asking me like, what are your future plans? You know, current my plan is, this is my plan, so hopefully it won't happen. So, but still I say, I want to take a break from all these stuffs. ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് ലൈക്ക് എക്സാം ഒക്കെ എഴുതുക, പിന്നെ അരിയേഴ്സ് ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക. അന്നൊരു വർഷം ലൈക്ക് ഗോ വിത്ത് ദ ഫ്ലോ ഇൻ ദ സെൻസ് കീപ് ബിൽഡിങ് പ്രോജക്ട്സ്. എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ മാറി നിൽക്കുക, എന്നിട്ട് അവിടെ ഇരുന്ന സാധനങ്ങൾ ബിൽഡ് ചെയ്യുക, ഷിപ്പ് ചെയ്യുക, കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക, കുറേ പറ്റുവാണെങ്കിൽ കുറേ മീറ്റപ്സിന് അതിനൊക്കെ പോവുക. ഒരേ ഒരു വർഷം അത് കഴിഞ്ഞിട്ട് ലൈക്ക് മേ ബി ആ ഒരു ഫ്ലോയിൽ തന്നെ ശരിയാവുമായിരിക്കും. എനിവേ മൈ ജേർണി വിൽ ബി ഇൻ ടു ടെക്. I really thought a lot about diversion to into other techs ചാനലുകൾ. പക്ഷേ I think tech only works for me. കുറേ ചാനൽ ട്രൈ ഔട്ട് ചെയ്ത് എല്ലാം പൊട്ടിപ്പോയി. ഈവൻ ദിസ് കോണ്ടന്റ് ക്രിയേഷൻ വെച്ച് ഐ സ്റ്റാർട്ടഡ് ആസ് ഡോക്യുമെൻറ്റേഷൻ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ആൻഡ് ഈ വീഡിയോ ഓൾസോ വോണ്ട് ബി എഡിറ്റഡ് മച്ച് ഇൻ ദ സെൻസ് എഡിറ്റ് ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ കാണുന്നില്ലേ, ഇതിനാ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഉള്ളൂ. Like I just want to document, and also like I'm in my 21, okay? So it's happiness. Like I had a lot of dreams when I was in my 18s. Like by 20 I will be തേങ്ങയായില്ല. കുഴപ്പമില്ല, സമയമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. എനിക്ക് സമാധാനിക്കാം. എന്നെ പോലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനിക്കും. ഓക്കെ, സോ ബൈ.